ഹായ് ഹലോ എല്ലാവർക്കും സുജാസ് കിച്ചൻ വെള്ളിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഗോതമ്പ് പൊടിയും അതുപോലെ മൈദയൊക്കെ വെച്ചിട്ടുള്ള ഒരു സ്നാക്സ് ആട്ടോ. അപ്പോൾ 2 കപ്പ് ഗോതമ്പ് പൊടി ഞാൻ 250 ml കപ്പിൽ എടുത്തു കേട്ടോ. 1 കപ്പ് മൈദയും. അപ്പോൾ മൈദയും ഗോതമ്പ് പൊടി എടുത്തു കഴിഞ്ഞു കേട്ടോ. അപ്പോൾ 3 കപ്പ് പൊടിയായി മൊത്തം. അപ്പോൾ നമ്മൾ അതിലേക്ക് ഇനി വേണ്ടത് ഒരു അര കപ്പോളം നാളികേരം നല്ലോണം നിറച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഒരു വലിയൊരു മുറി നാളികേരം ചെറിയത് ചേർത്ത് കൊടുത്തു. പിന്നെ അതിലേക്ക് നമുക്ക് ആവശ്യമുള്ള ഉപ്പും പഞ്ചസാരയൊക്കെ. അപ്പോൾ പഞ്ചസാര ആദ്യം 250 ml കപ്പിൽ 1 കപ്പ് പഞ്ചസാര എടുത്തിട്ട് അതിലേക്ക് ഒരു 5-8 ഏലക്കായ ഇട്ടിട്ട് പൊടിക്കാൻ പോവാട്ടോ. പൊടിച്ചിട്ട് ചേർക്കാൻ നല്ലത്, അല്ലെങ്കിൽ അങ്ങനെ തരി തന്നെ നിൽക്കുള്ളൂ. അപ്പോൾ നമുക്ക് അതിലേക്ക് ആവശ്യമുള്ള മധുരത്തിന് പഞ്ചസാര പൊടിച്ചിട്ട് വരാം. അതിൽ ഏലക്കായും ചേർത്തിട്ടുണ്ട്. അപ്പോൾ ഇത് പൊടിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്കത് ആ പൊടിയിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഗോതമ്പ് പൊടി, മൈദ, നാളികേരം, അതിലേക്ക് മധുരം ചേർത്ത് കേട്ടോ, പഞ്ചസാര. 1 കപ്പ് അവിലെടുത്തിട്ടുണ്ട്. ആ കപ്പിൽ തന്നെ വെള്ള അവിലാണ്. അപ്പോൾ ഒന്ന് വെറുതെ ഒന്ന് അടിച്ചിട്ട് വരാം കേട്ടോ, ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് വരാം. അപ്പോൾ അതേ പൊടിച്ച് കൊണ്ടുവന്നിട്ടുണ്ട്. ആ പൊടിയും അതിൽ ചേർത്തു, ഉപ്പ് ചേർത്ത് കൊടുത്തു. അപ്പോൾ ആ ബൗളിൽ നമുക്ക് കുഴയ്ക്കാൻ പറ്റില്ല കേട്ടോ. അപ്പോൾ അതൊരു വലിയ പ്ലേറ്റിലേക്ക് ഞാൻ പൊടി കമത്തിട്ടോ. അപ്പോൾ അതിലേക്ക് പിന്നെ നമ്മൾ കൊട്ടത്തേങ്ങ ഉണ്ടായിരുന്നു, നല്ല ഉണങ്ങിയ കൊട്ടത്തേങ്ങ. അത് നല്ല ടേസ്റ്റ് കേട്ടോ അതിൽ കടിച്ച് കഴിക്കുമ്പോൾ. അതിൽ സ്നാക്സ് ഉണ്ടാക്കിയതിന് ശേഷം കടി കിട്ടുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അപ്പോൾ അതിലേക്ക് ആ കൊട്ടത്തേങ്ങയും ചേർത്തു. 2 ടീസ്പൂണോളം നെയ്യും ചേർക്കാം കേട്ടോ. അപ്പോൾ 2 ടീസ്പൂൺ നെയ്യും ചേർത്തിട്ടുണ്ട്. കൈകൊണ്ട് നന്നായി മിക്സാക്കി കുഴയ്ക്കാം കേട്ടോ. നെയ്യും പൊടികളൊക്കെ കൂടിയിട്ട് നമുക്ക് കൈകൊണ്ട് നന്നായി മിക്സാക്കി കുഴയ്ക്കണം കേട്ടോ ആദ്യം തന്നെ. അപ്പോൾ ടീസ്പൂൺ മാറ്റിയതിന് ശേഷം നമുക്ക് കൈകൊണ്ട് നെയ്യും അതിലെ ഉപ്പ് ചേർത്തതും മധുരം എല്ലാം കൂടി മിക്സാക്കി പൊടികളൊക്കെ മിക്സായിട്ട് കുറച്ച് നേരം നന്നായി റൗണ്ട് ചെയ്ത് കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. വേണ്ട, ഇനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് കുഴയ്ക്കാം. 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. അപ്പോൾ അത് കുറേശ്ശെ വെള്ളം ഒഴിച്ച് നമുക്ക് കുഴച്ചുണ്ടാക്കാം കേട്ടോ. അപ്പോൾ അടിയിൽ നിന്നൊക്കെ നനയാത്ത പൊടിയൊക്കെ കൈകൊണ്ട് മറച്ചെടുത്ത് നമുക്ക് കുഴയ്ക്കാതെ കണ്ട. 1 കപ്പ് വെള്ളം തന്നെ അതിലേക്ക് വേണ്ടി വന്നു കേട്ടോ. 1 കപ്പ് വെള്ളം കറക്റ്റ് പാകമായി. അപ്പോൾ 2 കപ്പ് ആട്ടപ്പൊടിയും ഗോതമ്പ് പൊടിയും പിന്നെ 1 കപ്പ് മൈദ, 1 കപ്പ് അവിൽ, അതൊക്കെ കൂടി പൊടിച്ചത് ഇതിൽ നമ്മൾ മിക്സാക്കി നന്നായി കുഴച്ചെടുക്കുക കേട്ടോ. അപ്പോൾ നോക്കി നന്നായി ഒരുവിധം മിക്സായി തുടങ്ങിയിട്ട്. അപ്പോൾ അതിലേക്ക് കൈ മുട്ടണതിന് കുറച്ച് എണ്ണ കൈൻ്റെ അടിയിൽ ചേർത്തിട്ട് നമുക്ക് ഒന്നുകൂടി മിക്സാക്കി കുഴച്ചെടുക്കുക. അപ്പോൾ കൈമൊന്ന് വേർതിരിച്ച് കിട്ടും കേട്ടോ. അപ്പോൾ നന്നായി പൊടിക്കും നല്ല സോഫ്റ്റായിട്ട് തന്നെ കുഴ റെഡി ആയിട്ട് കിട്ടും കേട്ടോ. കൈമ ഒട്ടി പിടിക്കാതെ തന്നെ ആയാലേ. അപ്പോൾ നന്നായി മിക്സ് ചെയ്ത് കുഴച്ചെടുക്കുക. അപ്പോൾ ഒരുവിധം മിക്സായിട്ട് അടിയൊക്കെ എല്ലാ പൊടികളും നനഞ്ഞ് ഒരു വിധം മിക്സായിട്ടുണ്ട് കേട്ടോ. നമുക്കത് നല്ലോണം ഉരുട്ടി റെഡിയാക്കിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം കേട്ടോ. ബൗളിലേക്ക് എന്തെങ്കിലുമൊക്കെ മാറ്റി വയ്ക്കുക. ഇപ്പോൾ കുഴച്ച് റെഡിയാക്കിയിട്ടുണ്ട്. അത് നമുക്ക് ആദ്യം പൊടി എടുത്ത ബൗളിലേക്ക് തന്നെ ഇട്ട് വയ്ക്കാം കേട്ടോ. അപ്പോൾ ആ ബൗളിൽ തന്നെ നമ്മളത് കുഴച്ച് റെഡിയാക്കിയത് ഇട്ട് വെച്ച് കുറച്ച് നേരം മൂടി വയ്ക്കുക. പിന്നെ നമുക്ക് അതിൻ്റെ അച്ചിൽ കുറച്ച് നേരം 10 മിനിറ്റ് മൂടി വെച്ചതിന് ശേഷം നമ്മളത് തുറന്ന് ഈ വെളുത്തുള്ളി ആകൃതി കിട്ടുന്ന ഒരു അച്ചുണ്ട് കേട്ടോ. ആ അച്ചിൽ നമ്മൾ ഓരോ പീസുകൾ മാവ് വെച്ചിട്ട് ഇങ്ങനെ അമർത്തി കൊടുക്കുക. അപ്പോൾ നമുക്ക് വെളുത്തുള്ളിയുടെ ആകൃതിയിലായിട്ട് കിട്ടും കേട്ടോ. കണ്ട, വെളുത്തുള്ളിയുടെ ആകൃതിയുള്ള അച്ചത്. അപ്പോൾ നമ്മൾ ആ അച്ചിൻ്റെ ഉള്ളിൽ എണ്ണയൊക്കെ പരണ്ട ഒട്ടി പിടിക്കാതിരിക്കാൻ. അപ്പോൾ എണ്ണയൊക്കെ പരട്ടിയതിന് ശേഷം ഞാൻ മാവ് വെച്ച് അമർത്തി എടുക്കുക കേട്ടോ. നന്നായി ഫിറ്റാക്കി കൊടുക്കണം. അപ്പോഴാണ് അതിൻ്റെ ആ ഡിസൈനൊക്കെ ആകുമ്പോൾ വരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി നമുക്കത് കൈകൊണ്ട് തന്നെ വിടർത്തിക്കിട്ട് എടുക്കുക അമർത്തിയതിന് ശേഷം. കണ്ട, അങ്ങനെ എടുക്കുമ്പോൾ ശരിക്കും വെളുത്തുള്ളിയുടെ ആകൃതി ഒരു വെളുത്തുള്ളിക്കുടം പോലെ ഇല്ലേ, കണ്ട, നല്ല ഭംഗിയില്ലേ കാണാൻ. ഇതുപോലെ എല്ലാ മാവും നമുക്ക് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. ഒരു പീസ് മാവ് വയ്ക്കുക, അതുപോലെ അമർത്താം. കണ്ട, വേറെ പണിയൊന്നും എളുപ്പ പണിയാണ് കേട്ടോ. അധികം ബുദ്ധിമുട്ടൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലേക്ക് എണ്ണ പരട്ടി കൊടുത്താൽ ആദ്യം ഇടയ്ക്കുക ഒട്ടി പിടിക്കുന്നതിന്. എന്നിട്ട് നമ്മളത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അങ്ങോട്ട് എടുത്ത് കഴിഞ്ഞ് ശരിക്കും വെളുത്തുള്ളിയുടെ ആകൃതിയിൽ നമുക്ക് സ്നാക്സ് റെഡിയായി കിട്ടും കേട്ടോ. കണ്ട, ഇനി അതങ്ങനെ വിടിയിച്ചിങ്ങോട്ട് എടുക്കുക. അപ്പോൾ ശരിക്കൊരു വെളുത്തുള്ളിക്കുടം പോലെ ഇരിക്കും കേട്ടോ നമ്മുടെ സ്നാക്സ്. ഇനി നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം. അപ്പോൾ കുറച്ചെണ്ണം ഉണ്ടാക്കിയതിന് ശേഷം നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ. കാണുമ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ. നമുക്ക് റോസ്റ്റ് ചെയ്തെടുത്തതിന് ശേഷം ഇത്ര ഡിസൈനും കാണില്ല. അത് എണ്ണ കിടന്നത് അതിൻ്റെ ശേഷം കേട്ടോ. ഇതിങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയിൽ അച്ചിൽ കാണാണ്ട് കേട്ടോ. കണ്ട, അങ്ങനെ കാണുമ്പോൾ നല്ല ഭംഗിയിൽ കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ കുറച്ചെണ്ണം ഞാൻ ഉണ്ടാക്കി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് നമുക്ക് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക. ഒരു പാൻ വെച്ച് ചൂടായപ്പോൾ അതിലേക്ക് എണ്ണ വെച്ചിട്ട് ഒരുവിധം ചൂടായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കുക.
അപ്പോൾ അധികം ഫ്ലെയിം കൂട്ടിയേക്ക് വേണ്ട, അല്ലെങ്കിൽ ആദ്യം ഇട്ടത് കരിഞ്ഞ് പോകട്ടോ. അപ്പോൾ കുറച്ച് നേരം ഫ്ലെയിം നല്ലോണം കുറച്ച് വെച്ചതിന് ശേഷം ഇട്ടതിന് ശേഷം അത്യാവശ്യം ഒരു ഫ്ലെയിമിൽ വെച്ചാൽ മതി. കണ്ടോ, ഇങ്ങനെയാണ് കേട്ടോ. അങ്ങനെ നല്ല ഭംഗിയുണ്ട്. അപ്പോൾ നല്ല കഴിക്കാനും നല്ല ടേസ്റ്റുണ്ട് കേട്ടോ. അപ്പോൾ ആ കൊട്ടത്തങ്ങനെ ചേർത്ത് കടിക്കുമ്പോൾ എന്ത് ടേസ്റ്റാണെന്നറിയാം. നല്ല ഭയങ്കര രസത്തിൽ കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇപ്പോൾ ഒരു തട്ട് ഇങ്ങനെ നമുക്ക് റൗണ്ട് തന്നെ അല്ല ഒരു തട്ട് വെച്ച് കേട്ടോ. ഇനി അത് ഒന്ന് റോസ്റ്റ് ആയിക്കട്ടെ. അടിഭാഗം ഒന്ന് റോസ്റ്റ് ആകുമ്പോൾ നമുക്ക് പതുക്കെ മറിച്ച് കൊടുക്കട്ടെ. കണ്ടോ, അടിഭാഗം ഒരു ഇതായിട്ടുണ്ട്. അപ്പോൾ ചട്ടം കൊണ്ട് നമുക്ക് അടിഭാഗം ഇങ്ങോട്ട് പതുക്കെ മറിച്ചിട്ട് കൊടുക്കട്ടെ. കണ്ടോ, അങ്ങനെ എല്ലാ വശവും ഇങ്ങനെ തിരിച്ച് മറച്ചിടണം കേട്ടോ, അല്ലെങ്കിൽ ഒരേ ഭാഗം കൂടുതൽ കരിഞ്ഞു പോകും. ഇങ്ങനെ റൗണ്ട് ചെയ്തിട്ട് എല്ലാ ഭാഗം തിരിച്ചിട്ട് കൊടുക്കുക. കഴിക്കാൻ എന്തായാലും കുട്ടികൾക്കൊക്കെ നല്ല ഇഷ്ടപ്പെടും. നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അതിൽ നെയ്യൊക്കെ കൂടി ചേർത്ത് കുഴച്ച കാരണം നല്ലൊരു പ്രത്യേക മണവും ടേസ്റ്റൊക്കെ ഉണ്ട് മുരിഞ്ഞ് വരുമ്പോൾ. ഇനി അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ആയിട്ടിട്ട് അത് നമുക്ക് എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. ഇപ്പം മൈദയും ആട്ടപ്പൊടിയൊക്കെ റേഷൻ കടയിൽ നിന്ന് കിട്ടാൻ ആട്ടപ്പൊടി ഇട്ടത്. അപ്പോൾ അതൊക്കെ നല്ല വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കുട്ടികൾക്ക് എന്തെങ്കിലും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ എളുപ്പമാണ്. വേഗം ഉണ്ടാക്കലും കഴിയും. അപ്പോൾ ആദ്യത്തെ ട്രിപ്പ് ഇട്ടതൊക്കെ ഒരുവിധം എണ്ണയിൽ നിന്ന് കോരി മാറ്റാം കേട്ടോ. അപ്പോൾ കാണുമ്പോൾ തന്നെ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ കാണാൻ തന്നെ. കുട്ടികൾക്ക് ഇങ്ങനത്തെ ആകൃതി കാണുമ്പോൾ തന്നെ എന്താ വെച്ചിട്ട് കുട്ടികൾ കഴിച്ചു നോക്കും. അത് തന്നെ ഒന്നല്ല, നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. നമ്മൾ നെയ്യൊക്കെ ചേർത്തുണ്ടാക്കിയതല്ലേ, അപ്പോൾ നല്ലൊരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഉണ്ണിയപ്പത്തിൻ്റെക്കാളൊക്കെ ടേസ്റ്റ് ഉണ്ട് ഇത് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇത് അങ്ങനെ എല്ലാവരും ചെയ്ത് നോക്കാം കേട്ടോ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ബെൽ ബട്ടൺ അമർത്താം കേട്ടോ. അപ്പോൾ ഇതായി വല്ലവരും കാണുന്നവരുണ്ടെങ്കിൽ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് കാണണം കേട്ടോ. എല്ലാവർക്കും ബായ്.